നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വർക്ക് ലൈഫ് ബാലൻസിന് എന്തെങ്കിലും ഒരു കോട്ടം സംഭവിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പൊതുവേ സാമ്പത്തിക, സാമൂഹിക, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ന് നമ്മൾ സാമൂഹിക പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് ജോലി സമ്മർദ്ദം ജീവിതത്തെ ബാധിക്കുമ്പോൾ എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിക്കാം. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ മീര ആസ്മി, ചെയർവിമൺ വിഗ്രോ ഫോറസ്റ്റ് ഫൗണ്ടേഷൻ. നമുക്ക് മാഡത്തെ ബഹുമാനപൂർവ്വം തന്നെ സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം മാഡം. മാഡം, ശരിക്കും ഒരു ജോലി അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരു കാലത്ത് സർക്കാർ ജോലി അല്ലെങ്കിൽ മറ്റ് ജോലി സാധ്യതകൾ വളരെ ചുരുങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ 2024 എത്തി നിൽക്കുമ്പോൾ പുതിയ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത തരത്തിലുള്ള ജോലി സാധ്യതകൾ, വിവിധ തരത്തിലുള്ള ജോബ് കൾച്ചറുകൾ, സമയം രീതി, സമയക്രമം, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ തൊഴിലിടങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ സാധ്യത എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ വളരെ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് സമ്മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ തന്നെ മുൻകാലത്തെ അപേക്ഷിച്ച് ജോലിക്കുള്ള സമ്മർദ്ദം എത്രത്തോളം കൂടിയിട്ടുണ്ട്? ഇതിനെക്കുറിച്ചിട്ടുള്ള മാഡത്തിൻ്റെ ഒരു നിരീക്ഷണം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ച ആരംഭിക്കാം. സമ്മർദ്ദം അഥവാ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. അത് ശരിക്കും ഒരു അസുഖമോ രോഗമോ ഒന്നുമല്ല, അതൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്നെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നും, നമ്മുടെ ബാഹ്യമായ എൻവയോൺമെൻറ്റിൽ നിന്നും നമ്മളിലേക്ക് പകർന്നു വരുന്ന ഒരു സമ്മർദ്ദത്തിനെയാണ് നമ്മൾ പൊതുവെ സ്ട്രെസ് എന്ന് നമ്മൾ പറയുന്നത്. സ്ട്രെസ് എല്ലായ്പ്പോഴും അത് നെഗറ്റീവ് തന്നെ ആവണം എന്നില്ല. രണ്ട് തരത്തിലും നമുക്ക് അത് പോസിറ്റീവായിട്ടും എടുക്കാം, നമുക്ക് നെഗറ്റീവായിട്ടും എടുക്കാം. അതിലിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു വളരെ നാളിന് ശേഷം നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി പോകുന്നു, അപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളൊരു ടെൻഷൻ പോലെ ഉണ്ടാവും. അത് നമ്മളൊരു സ്ട്രെസ് ആയിട്ട്, നമുക്കൊരു പോസിറ്റീവ് സ്ട്രെസ് ആയിട്ട് നമുക്കത് നോക്കിക്കാണാം. അതേസമയം അതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു വല്ലാത്തൊരു സമ്മർദ്ദം, അതൊരു നെഗറ്റീവായിട്ട് നമ്മൾ അഫക്റ്റ് ചെയ്യുമ്പോൾ അതൊരു ഡിസ്ട്രെസ് എന്നുള്ള രീതിയിൽ നമുക്കത് നോക്കിക്കാണാൻ സാധിക്കും. അപ്പോൾ ഈ തൊഴിലിടങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ തൊഴിലിടങ്ങളിൽ മാത്രമല്ല ഈ പ്രശ്നങ്ങൾ കാണുന്നത്, എല്ലായിടത്തും നമുക്കുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഓരോ പ്രവൃത്തി മണ്ഡലത്തിലും നമുക്ക് ആ ഒരു സമ്മർദ്ദം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിനാവട്ടെ, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കാവട്ടെ, ജോലി സ്ഥലത്താവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ആവട്ടെ, നമുക്ക് ഈ പറയുന്ന ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിലൊരു സമ്മർദ്ദം നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ജോലി സ്ഥലത്ത് മാത്രമായി നോക്കി കാണുന്ന ഒരു വിഷയമല്ല സമ്മർദ്ദം എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. മാഡം, അതോട് ചേർത്ത് തന്നെ പറഞ്ഞോളൂ. ഈ പറയുന്ന പോലെ നമ്മൾ സാധാരണഗതിയിൽ പരീക്ഷയോടനുബന്ധിച്ചിട്ടാണ് നമുക്ക് ഒരു പൊതുവെ സമ്മർദ്ദം കുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞു കേൾക്കാറുള്ളത്. കാരണം ഒട്ടും സമ്മർദ്ദം ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ ഒട്ടും പഠിക്കാൻ സാധിക്കില്ല, എന്നാൽ ചെറിയൊരു സമ്മർദ്ദമുള്ളത് അത് പഠിത്തത്തിൽ ഗുണം ചെയ്യുകയും ചെയ്യുന്നു മാഡം എന്ന് പൊതുവെ പറയുന്നത് പോലെയാണ് മാഡം ഈ പറഞ്ഞൊരു കാര്യമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് നമ്മൾ പഠിക്കാൻ ആവശ്യപ്പെടുക, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കി കൊടുക്കുക എന്താണ് പഠനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ നേട്ടങ്ങൾ എന്താണ്, അതിൽ നിന്നുണ്ടായി പിന്നെ അവൻ്റെ ഭാവിയിലേക്ക് അതെങ്ങനെ ഉപകാരപ്പെടും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് മനസ്സിലാവും. അപ്പം നമ്മൾ പരീക്ഷാ കാലഘട്ടത്തിലുള്ള ഒരു സമ്മർദ്ദത്തിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ അതിൽ വരുന്നില്ല. ശരിക്കും ആ സമ്മർദ്ദം എന്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എല്ലാം വരുന്ന ഒരു തരം കമ്പാരിസൺ ആണ്. അത് ശരിക്കും നമ്മൾ ബാഹ്യമായ ഒരു ഇടപെടൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമ്മർദ്ദമാണ്. കുട്ടീനെ നമ്മൾ ടെൻഷനാക്കി ആ കുട്ടീനെ കൊണ്ട് കൂടുതൽ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ആ നമ്മൾ കുട്ടികളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളുടെ എനിക്കെത്ര മാർക്ക് കിട്ടിയെന്നല്ല, മറ്റൊരു കൂടെ ഉണ്ടായിരുന്ന കുട്ടിക്ക് എത്ര കിട്ടി. അപ്പോൾ അവിടെ ഒരു കമ്പാരിസൺ വരികയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഈ സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ, മറ്റുള്ളവർ നമ്മളുടെ മേൽ കാണുന്ന എക്സ്പെക്റ്റേഷൻ, അത് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദമാണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ് എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് ടെൻഷനാണെന്ന് വെച്ചാൽ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് ആവാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ അത് പഠിത്തത്തിലായാലും പഠനത്തിലായാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും അവരുടെ മേലധികാരികൾ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് എത്താൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ പാരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് എത്താൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെയാണ് ഒരു കുട്ടിയിലുണ്ടാകുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പഠനം എന്ന് പറയുന്ന ഒരു നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഒരു ഘടകമാണ് പഠനം എന്ന് പറയുന്നത്. അതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കി, അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി, അത് എന്തിലേക്കാണ് അവൻ്റെ ഭാവിയിലേക്ക്, അത് എങ്ങനെ അത് ആ സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും, അത് സ്കൂളായാലും വീട്ടിൽ നിന്നാണെങ്കിലും ആ ഒരു സാഹചര്യമാണ് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത്, അല്ലാതെ സമ്മർദ്ദമല്ല ചെലുത്തേണ്ടത്. തീർച്ചയായിട്ടും. അപ്പം അത് ശരിക്കും ആ കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള പല സ്കൂളുകളിലും ആ ഒരു പഠന വിഷയത്തിനേക്കാളും കൂടുതൽ ആ പഠിക്കുന്ന രീതി തന്നെ മാറ്റി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അത് ശരിക്കും വളരെ പോസിറ്റീവാണ്. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അവരുടെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കാനും ആ അഭിരുചിയുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതുവഴി സാധിക്കുന്നുണ്ട്. ശരിക്കും അവരുടെ ഒരു ക്യാരക്ടർ ഫോർമേഷനെ തന്നെ അത് പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അത് ശരിക്കും വരുന്നത്. മാഡം, അതുമായിട്ട് ചേർത്ത് തന്നെ ചോദിച്ചാൽ പ്രധാനമായിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ആ സമ്മർദ്ദം സർവ്വസാധാരണമാണ്. നമുക്ക് എല്ലാവർക്കും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ ഓരോ പുതിയ കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും സമ്മർദ്ദമൊക്കെ ഒരു പരിധി വരെ ആരോഗ്യകരമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു പരിധി കടന്നാൽ ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദം നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെ ഏതെല്ലാം തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്? അതുമായിട്ട് ചേർത്ത് തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫും നമുക്കതേക്കുറിച്ചൊന്ന് പറയാൻ തോന്നുന്നു. ശരിക്കും സമ്മർദ്ദം ഒരു കണക്ക് വരെ നല്ലതാണ് എന്ന് പറഞ്ഞല്ലോ. അത് ശരിക്കും ആ സമ്മർദ്ദം നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട, നേരത്തെ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സമ്മർദ്ദമായിരിക്കും, ഒരു യൂസ്ട്രെസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ അതിന് നമുക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. നമ്മൾ ജോലിയിലാണെങ്കിൽ പോലും നമ്മുടെ ജോലി എന്താണ്, അതിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊരു കറക്റ്റായിട്ടുള്ള പ്ലാനിങ് നമുക്കുണ്ടാവണം. അതിനെ ബേസ് ചെയ്ത് നമുക്ക് തന്നെ ഡെഡ് ലൈൻസ് നമുക്ക് തന്നെ വെക്കാൻ പറ്റും. എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ ടാർഗറ്റ്സ് എന്തൊക്കെയാണ്, അതനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എനിക്ക് എടുക്കുന്ന ഒരു ടാസ്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് അതെപ്പോഴും പോസിറ്റീവാണ്. പക്ഷെ അതിന് പുറമെ നമ്മുടെ പുറമേ നിന്ന് വരുന്ന ഒരു സീനിയേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു പിയർ ഗ്രൂപ്പിൻ്റെ ഒരു സ്ട്രെസ്സായിട്ട് വരുന്ന സമയത്താണ് അത് പലർക്കും അതൊരു ഡിസ്ട്രെസ്സിലേക്ക് പോകുന്നത്. അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പുറമേ നിന്ന് വരുന്ന ഒരു ബാഹ്യ സമ്മർദ്ദം, അത് ശരിക്കും ഒരു സൊസൈറ്റൽ നോർമായി മാറിക്കഴിഞ്ഞു. ശരിക്കും അത് ഉണ്ടാക്കിയെടുത്ത ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് വേണം. ഞാനൊരു സീനിയർ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ താഴെയുള്ള എംപ്ലോയീസിൻ്റെ മുകളിൽ ഞാൻ സമ്മർദ്ദം ചെലുത്തണം, എന്നാലേ അവർ വർക്ക് ചെയ്യുള്ളൂ. അത് ഉണ്ടാക്കിയെടുത്തൊരു സൊസൈറ്റൽ നോം പോലെ ആയി തീർന്നിരിക്കുകയാണ്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. കാരണം ഏതൊരു വ്യക്തിയും അവരുടെ ജോലി സംബന്ധമായിട്ട് അവരൊരു ഓർഗനൈസേഷനിൽ എടുക്കുമ്പോൾ ആ ജോലിക്ക് പ്രാപ്തരാണോ, അതിനുള്ള അഭിരുചിയുണ്ടോ, അവരുടെ റൈറ്റ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, ഇതെല്ലാം നോക്കിയതിന് ശേഷം തന്നെയാണ് ഒരു ഓർഗനൈസേഷൻ ഒരു വ്യക്തിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ എൻ്റെ ജോബ് റോളിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഒരു സൈക്കോളജിക്കൽ കോൺട്രാക്റ്റാണ്. നമ്മളൊരു ജോലിയിൽ നമ്മൾ ഒരു ജോലി സ്ഥാപനത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യണം, എന്തായിരിക്കും കമ്പനിയുടെ പ്രതീക്ഷ. അപ്പോൾ അതേപോലെ തന്നെ കമ്പനി ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റ് ടൈമിൽ അവരോട് പറയും ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു നമ്മൾ പോലും അറിയാതെ ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ടിന് പുറമെ ഒരു സൈക്കോളജിക്കൽ കോൺട്രാക്ട് ഓൾറെഡി ഉണ്ടായി വരികയാണ്. അപ്പോൾ അത് കൃത്യമായ ധാരണയുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടർക്കും സമ്മർദ്ദത്തിന്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും മാഡം എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് സമ്മർദ്ദം നല്ലത് തന്നെ. പക്ഷേ ഏത് സമ്മർദ്ദമാണ് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളത്, ഏത് സമ്മർദ്ദമാണ് അൺഹെൽത്തി എന്നുള്ളത് നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മാഡം, ഇനി ഇത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, ഏതെല്ലാം തരത്തിൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്, നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പറയാൻ തോന്നുന്നു. നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചൊരു വ്യത്യാസം വരുന്നുണ്ട്. ശരിക്കും വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഒരു പഠനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജോലിക്ക് കയറുകയാണ്. അപ്പം നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് നമ്മൾ അപേക്ഷിക്കുക, നമ്മൾ അതിലേക്ക് കയറുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നും കൊണ്ട് അവർക്ക് പിന്നെ വളർച്ചയ്ക്കുള്ള ഒരു പ്രാധാന്യം
സ്വന്തമായിട്ട് കൊടുക്കുന്നില്ല. അത് ശരിക്കും നമ്മൾ പലപ്പോഴും നമ്മളത് ഓർഗനൈസേഷനെ കുറ്റം പറയും. പക്ഷെ അത് ശരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ ഉത്തരവാദിത്തത്തിനേക്കാളും കൂടുതലായിട്ട് ഞാൻ പറയും അതൊരു ഇൻഡിവിജ്വലിൻ്റെ ഒരു വ്യക്തിപരമായ ആവശ്യമാണ്. കാരണം നമ്മൾ അപ്ഡേറ്റഡ് ആവുക, നമുക്ക് നമ്മളുടെ സ്കിൽ സെറ്റ് എന്തൊക്കെയാണോ അത് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ പറയുന്ന സമ്മർദ്ദത്തിൽ നമ്മൾ പെട്ടുപോകുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽ സെറ്റ് നമ്മൾ എൻഹാൻസ് ചെയ്യുന്നില്ല, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ലിമിറ്റഡ് സ്കിൽസ് വെച്ചുകൊണ്ട് നമ്മൾ ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓരോ ദിവസവും ഒരുപാട് വ്യത്യാസം വരുന്നോണ്ടിരിക്കുന്നു. ഇൻഡസ്ട്രിയിൽ ഒരുപാട് ചേഞ്ചസ് വരാം, കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആണ്. അപ്പം നമ്മുടെ വരുന്ന ടെൻഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ അതുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ അതേസമയം നമ്മളെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? അതില്ല. അപ്പം അത് ആവശ്യമില്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമ്മർദ്ദമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റഡ് ആയി നമ്മുടെ സ്കിൽസ് കുറച്ചുകൂടെ നമുക്കൊരു നന്നായിട്ട് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മർദ്ദത്തിന് ആവശ്യമില്ല. കാരണം നമ്മൾ വി ആർ ഫിറ്റ് ടു ഫേസ് ദ കോമ്പറ്റീഷൻ. അത് നമ്മൾ സ്വയം മനസ്സിലാക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ആവശ്യം. പലപ്പോഴും നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓർഗനൈസേഷൻ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഗ്രോത്ത് ഇല്ല. ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് ബാഹ്യമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നും കൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആണ്. ഇപ്പം എനിക്കൊരു ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഭാഷ പഠിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കത് ആരുടെയും സഹായം വേണ്ട. കാരണം ഇപ്പോൾ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റും. അതിന് ഞാൻ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സ്കിൽ എൻഹാൻസ്മെൻറ്റ് എങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അപ്ഡേറ്റഡ് ആവുന്നു, നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വരികയാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു ബാഹ്യ സമ്മർദ്ദങ്ങളുടെ ഒരു ഇടപെടൽ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. മാഡം, ഇനി ഇത്തരത്തിലുള്ള സ്ട്രെസ് എങ്ങനെയാണ് പേഴ്സണൽ ലൈഫിലേക്ക് വരുന്നത്? പേഴ്സണൽ ലൈഫിൽ പലപ്പോഴും നമ്മൾ പ്രശ്നം എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമുക്കൊരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മളത് ശരിക്കും അതുമായിട്ട് നമ്മളങ്ങ് എൻറ്റാങ്കിൾഡ് ആവുകയാണ്. നമ്മൾ അതുമായിട്ടൊരു എന്താ പറയുക ചേർന്ന് നമ്മളിലേക്ക് അത് ആവാഹിച്ചെടുക്കുമ്പോഴാണ് അതിനൊരു പ്രോബ്ലമായിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. പ്രൊഫഷണൽ ലൈഫിൽ നമ്മളൊരു സ്ഥലത്ത് നമ്മൾ ജോലിക്ക് പോകുന്നു, നമ്മുടെ സ്കിൽസ് ഉപയോഗിച്ച് നമുക്ക് എന്താണോ നമ്മുടെ പ്രവർത്തന മേഖല എന്താണോ അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ടൈം ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ 9 to 5 ജോബാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡിഫറെൻറ്റ് സ്ലോട്ട്സിലുള്ള ജോബാണ്. ആ ടൈമിൽ മാത്രമേ നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് വരുന്നുള്ളൂ. ബാക്കിയുള്ള സമയം നമ്മുടെ പേഴ്സണൽ ലൈഫാണ്. അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അത് ശരിക്കും അത് ഓർഗനൈസേഷൻ്റെ ഇത് കാരണം നമുക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എൻ്റെ പേഴ്സണൽ ലൈഫ് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എൻ്റെ വീട്ടിലെന്താണ്, എൻ്റെ സാഹചര്യം എന്താണ്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എൻ്റെ ഹോബീസ് എന്താണ്, അതിന് ഞാൻ എങ്ങനെ സമയം കണ്ടെത്തും, ഇതൊക്കെ ഒരു വ്യക്തിക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹചര്യം ആരും ഒരുക്കി തരേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് നമ്മൾ തന്മീഭാവം ഭവിച്ച് അത് നമ്മൾ വീട്ടിലേക്ക് കുടുംബത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പ്രോബ്ലംസ് വരുന്നത്. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ യാതൊരു ആവശ്യകതയും ഇല്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തിനെല്ലാമോ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നതിൻ്റെ ഒരു എസ്കേപ്പിസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീട്ടിലും നമ്മുടെ ഓഫീസിലെ എല്ലാം കൊണ്ടുവരുന്നത്. അതൊരു എസ്കേപ്പിസമാണ്. അല്ലാതെ നമുക്ക് ചെയ്യാം, എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ഈ പറയുന്ന നമുക്ക് എത്ര ജോബ് തന്നു കഴിഞ്ഞാലും നമ്മൾക്ക് നമ്മുടേതായ ഒരു പരിധിയുണ്ട്. ആ ഒരു ടൈം ഫ്രെയിം അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ കൃത്യമായിട്ട് എടുത്തത് എൻ്റെ ടാസ്ക് എന്താണ്, എനിക്കിതാണ് അസൈൻ ചെയ്തിരിക്കുന്ന ടാസ്ക്, എനിക്ക് ഈ മാസം ഇതാണ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ എനിക്കറിയാം, നേരത്തെ കൂട്ടി എനിക്കറിയാം എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് എന്നിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്ത് ഞാൻ എൻ്റെ ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും എനിക്കത് വളരെ ഈസി നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്യാതെ അതിന് ഓവർ ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നമ്മുടെ ഒരിക്കലും പേഴ്സണൽ ലൈഫിന് അഫക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആ അതിർവരമ്പ് വെക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എത്രത്തോളം നമ്മൾ പ്രൊഫഷണൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എത്രത്തോളം നമ്മൾ പേഴ്സണൽ ലൈഫിന് ഇമ്പോർട്ടൻസ്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ബാലൻസ് ചെയ്ത് നമ്മൾ തന്നെയായിരിക്കണം കൊണ്ടുപോകാൻ. മാഡം, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതുമായിട്ട് ചേർന്ന് ചോദിക്കാനുള്ളത്, കാരണം ഇപ്പോൾ തൊഴിലിടങ്ങൾ പലർക്കും പലതാണ്. ചിലർക്ക് അത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്, എന്നാൽ ചിലർക്ക് അതൊരു വീട് ഫാമിലി പോലെയാണ്. എന്നാൽ
ചിലർക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലും അതിനിടയിലും സന്തോഷം കണ്ടെത്താനും ചില നിമിഷങ്ങൾ ആഘോഷിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിലെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം നിറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ എന്നാൽ ഇന്ന് പലർക്കും അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഒരവസ്ഥ, കൂട്ടുകാരില്ലാതെ ഐസൊലേറ്റഡ് ആകുന്ന ഒരവസ്ഥ, ഇത് ഒരുപാട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്ട്രെസ്സ് തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രവണത നമ്മളെ മാനസികപരമായിട്ട് എത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ട്? എന്താണ് മാഡത്തിൻ്റെ നിരീക്ഷണം ആ കാര്യത്തിൽ? തീർച്ചയായും നമ്മളിപ്പോൾ ഒരു ജോലി സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് നമ്മൾ ജോലി സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുമായിട്ട് നമുക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസികമായിട്ടുള്ളൊരു അടുപ്പം നമുക്ക് കൂടുതൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ പലപ്പോഴും അത് അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പറ്റീഷനാണ്. അപ്പോൾ നമ്മളൊരു പ്രത്യേകിച്ചൊരു പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ ഈ പറയുന്ന കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ടാർഗറ്റ്സ് കൊടുത്തിട്ടുള്ള കോമ്പറ്റീഷൻ അത് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സൗഹൃദങ്ങൾ വളരെയധികം അത് ബാധിക്കുന്നുണ്ട്. അത് ശരിക്കും അതിൽ നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്ക് ഒരു മാനേജ്മെന്റ് അതിൽ ഒരു ഇടപെടൽ നടത്താം. ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ക്ലബ്സ് ഉണ്ടായിരുന്നു അല്ലേ, നേച്ചർ ക്ലബ്ബ്, റീഡിംഗ് ക്ലബ്ബ്, അങ്ങനെ ക്ലബ്സ് ഉണ്ടായിരുന്നു. അതേ കാര്യം തന്നെ നമുക്ക് ഓഫീസിൽ നമുക്ക്, കാരണം ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഓഫീസിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു റീഡിംഗ് ക്ലബ്ബ്, ഫോർ എക്സാമ്പിൾ ഒരു പുസ്തകം ഇറങ്ങി, നമ്മുടെ ഒരു മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പുസ്തകം ഇറങ്ങി, അത് പലർക്കും വായിക്കാൻ വേണ്ടിയുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനു പകരം ഒരു ക്ലബ്ബായിട്ടൊരു ഫോം ചെയ്ത് ആ ക്ലബ്ബിൽ വെച്ച് ഒരാൾ വായിക്കുക, മറ്റുള്ളവർ കേട്ടിരിക്കുക. എല്ലാവർക്കും കഥകൾ കേൾക്കാനും അത് വായിച്ച് കേൾക്കാനും ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ്. അതൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു എക്സസൈസാണ്, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ആൾക്കാർ അവർക്ക് പ്രവൃത്തി മണ്ഡലത്തിൽ നിന്നും മാറി അവർക്ക് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും അവരതനുസരിച്ച് അവർക്ക് കൂടുതൽ അതുമായിട്ട് അവർക്ക് ചേർന്ന് കാര്യങ്ങൾ ആശയവിനിമയം നടത്താനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞു ആക്ടിവിറ്റീസ്, ഇപ്പോൾ ശരിക്കും കോർപ്പറേറ്റ്സിനൊക്കെ പറയുകയാണെങ്കിൽ അവരുടെ എൻവയോൺമെൻറ്റ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഒരു പ്ലാന്റിംഗ് ഡ്രൈവ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ക്ലീനപ്പ് ഡ്രൈവ് ആവട്ടെ, ഇതൊക്കെ അവർ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അതിൻ്റെ ഒരു ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എംപ്ലോയീസും ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ചേരുകയാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ മാനേജ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ മിഡിൽ മാനേജ്മെൻ്റ് എന്നുള്ള വേർതിരിവില്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു ക്ലീനപ്പ് ഡ്രൈവ് അല്ലെങ്കിൽ ഒരു പ്ലാന്റിംഗ് ഡ്രൈവിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു സമത്വമാണ്. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു കോമൺ ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി വർക്ക് ചെയ്യണം. അത് ശരിക്കും ഒരു ഐസ് ബ്രേക്കിംഗ് ടെക്നിക്ക് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് അത് അങ്ങനത്തെ അത്തരത്തിലുള്ള ഒരു ടീം ആക്ടിവിറ്റീസ് ഒരുപാട് സഹായമായിരിക്കും. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ടീം ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാറുണ്ട് ഓർഗനൈസേഷൻസിൽ, പക്ഷെ അതെല്ലാം നമ്മുടെ പ്രവൃത്തി മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ശരിക്കും അതിന് പുറമെ നമുക്ക് ഈ പറയുന്ന കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബോണ്ടിങ്, എംപ്ലോയീസ് തമ്മിലുള്ളൊരു ബോണ്ടിങ് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവുകയും അത് അവർക്കൊരു സ്ട്രെസ് ബസ്റ്ററും കൂടെയാണ്. കാരണം ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു ദിവസം ഒരു ക്ലീനപ്പ് ഡ്രൈവിന് പോവുകയാണ്, ആ സമയം അവർക്ക് ഈ പറയുന്ന പ്രവൃത്തി മണ്ഡലമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടെ ടാസ്ക് എന്ന് പറയുന്നത് ക്ലീനപ്പിന് പോവുകയാണ്, അതെങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാം, അതൊരു പോസിറ്റീവ് ഒരു സിനർജി ആയിട്ട് ചേർന്ന് ഒരു ടീം വർക്കായിട്ട് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഞ്ഞുരുകാൻ വേണ്ടി ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒരുപാട് സഹായിക്കും. അത് ശരിക്കും മാനേജ്മെൻറ്റും അതിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് ഇപ്പോൾ ഈ കോർപ്പറേറ്റ്സിൽ ഒരുപാട് കമ്പനീസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് പുറമെ കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളെ തൊഴിലിടങ്ങളിൽ കുഞ്ഞു ഗെറ്റ് ടുഗദേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ബുക്ക് റിവ്യൂ, ഒരു പുതിയൊരു ബുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ബുക്ക് റിവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീസ് വിത്ത് ഫാമിലി, കുഞ്ഞു ഗെറ്റ് ടുഗദേഴ്സ്, അതൊക്കെ പല കമ്പനീസും ചെയ്യാറുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
വർക്ക് ലൈഫ് ബാലൻസിനെ എൻഹാൻസ് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് അത് ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന ഒരു ഇതാണ്. അത് ഇനിയിപ്പോൾ ഓർഗനൈസേഷൻ അതിന് വേണ്ടി വന്നില്ലെങ്കിൽ പോലും നമുക്ക് തന്നെ അതിനൊരു പണ്ട് കാലങ്ങളിൽ നമ്മൾ എടുത്തിരുന്ന പോലെ ക്ലബ്സായിട്ട് കുഞ്ഞു കുഞ്ഞു ക്ലബ്സ് ഫോം ചെയ്യുകയും നമ്മുടെ പ്രവർത്തന സമയത്ത് നിന്ന് മാറി നമുക്ക് കുറച്ച് ബ്രേക്ക് കിട്ടുന്ന സമയത്ത് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് എല്ലാവർക്കും ചെയ്യാം, പക്ഷെ ആരും ചെയ്യുന്നില്ല. കാരണം അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന പ്രാതിനിധ്യം കുറയുമോ അങ്ങനെയുള്ളൊരു ചിന്തയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ, അപ്പോൾ അവിടെ ഈ പറയുന്ന ഒരു കൾച്ചറൽ ഇവൻറ്റ്സും ഇതൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് കാണുന്നത് ഇവർ ആ ഡെഡ് ലൈൻസും കാര്യങ്ങളും നോക്കുന്നില്ല, അതിന് പകരം അവർ കൾച്ചറൽ ഇവൻറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെ ചിന്തിക്കുമോ? അങ്ങനെ ചിന്തിക്കണം എന്നില്ല, പക്ഷെ ചിന്തിക്കുമോ അത് നമുക്ക് പോലും അറിയാണ്ട് അവർ മെൻ്റലി കൊണ്ടുവരുന്ന ബ്ലോക്സ് ആണ്. അങ്ങനെ അല്ല. ഇത് നമ്മുടെ ജോലി സമയത്ത് നമ്മൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് റിലാക്സിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതും ഏറ്റവും അത്യാവശ്യമാണ്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും മാഡം. സ്ട്രെസ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ സാധാരണ കമ്പനിയിൽ ഒരു 5 മിനിറ്റും 10 മിനിറ്റും ഒക്കെ ലേറ്റായിട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ കാര്യമുള്ളൊരു കാര്യം ആയിരുന്നില്ല. പക്ഷേ ഇന്ന് തൊഴിലിടങ്ങൾ മാറി, നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസ് പോലെയുള്ള മറ്റു പല രാജ്യങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പല കമ്പനീസിൽ നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങി. അവിടെ സമയനിഷ്ഠ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അവർ മൈക്രോ മാനേജ്മെൻറ്റ് പോലെ നമ്മൾ 1 മിനിറ്റ് പോലും അനാവശ്യമായി സ്പെൻഡ് ചെയ്യരുതെന്ന് കമ്പനി മാനേജ്മെൻറ്റിന് ഒരു നിഷ്കർഷയുള്ളൊരു സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും പല സ്റ്റൈലാണ്. കാരണം കൃത്യമായിട്ട് സമയത്തിന് എത്തുന്ന ആൾക്കാരുണ്ട്, സമയത്തിന് മുമ്പ് അവിടെ പ്രസൻ്റ് ആവുന്ന ആൾക്കാരുണ്ട്, എന്നാൽ കുറച്ച് സമയം വൈകി ചെല്ലുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സമയനിഷ്കർഷ പലരിലും സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ? എന്താണ് മാഡത്തിൻ്റെ അഭിപ്രായം? ഇത്തരത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? അതിനെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും? ശരിക്കും ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. അതിപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പോലും ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും. നമ്മളൊരു ഓർഗനൈസേഷൻ, പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പ്രൈവറ്റ് ഓർഗനൈസേഷൻ പോട്ടെ, ഇപ്പോൾ ഗവൺമെൻറ് സെക്ടേഴ്സിൽ പോലും ബയോമെട്രിക് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ടൈം മാനേജ്മെൻറ്റ് കൃത്യമായി ഫോളോ ചെയ്യണം. അതൊരു തെറ്റായ പ്രവണതയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എത്രയാണോ ഏത് സമയത്താണോ നമ്മൾ ജോലിയിൽ പ്രവേശിക്കുന്നത് ആ ടൈമിൽ നമ്മൾ എത്തിച്ചേരുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് അതൊരു സമ്മർദ്ദമാവുന്നത് എപ്പോഴാണ്? നമുക്കതിനൊരു ടൈം മാനേജ്മെൻറ്റ് നമുക്കില്ലാതെ പോകുമ്പോഴാണ് അതൊരു സമ്മർദ്ദമാവുന്നത്. ശരിക്കും നമ്മൾ ഒരു ദിവസം എഴുന്നേൽക്കുന്ന ആ സമയം മുതൽ നമുക്കതിനൊരു പ്രോപ്പർ നമുക്കൊരു ഡേ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമ്മർദ്ദം വരുന്നില്ല. അത് ശരിക്കും നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ ദൈനംദിന ജീവിതത്തിൽ തന്നെ നമുക്കൊരു ടൈം പ്ലാനിങ് നമ്മൾ ചെയ്യുകയാണെന്ന് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മുടെ ഒഫീഷ്യൽ ലൈഫിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെ അലൗട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാവും. അതനുസരിച്ച് നമുക്ക് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനും പറ്റും. അതൊരു സമ്മർദ്ദത്തിൻ്റെ വഴിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ. അതെ മാഡം, പല സാഹചര്യങ്ങളിലും നമ്മൾ പൊതുവേ സാധാരണഗതിയിൽ തന്നെ പറയാറുണ്ട് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം വർക്ക് സ്പേസുകളിൽ ഇപ്പം വർക്കുമായിട്ട് അനുബന്ധിച്ചിട്ട് ജോലിയുമായിട്ട് അനുബന്ധിച്ച് അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും പലപ്പോഴും പലരും ഇത് അറിയിക്കേണ്ട ആൾക്കാരെ അറിയിക്കാറില്ല. കാരണം അവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ശരിയാകുമോ, അങ്ങനെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള സ്ട്രെസ് അതുമൂലം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ഒരു പ്രശ്നത്തെ അത് പറഞ്ഞു പരിഹരിക്കുന്നതിന് പകരം അങ്ങനെ അതൊരു ബേർഡനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പ്രവണത നമുക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് മാഡം പ്രത്യേകിച്ച് ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസിൻ്റെ കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം പ്രാധാന്യമുള്ളൊരു കാര്യമായിട്ടാണ് മാഡം മനസ്സിലാക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊഴിലിടങ്ങളിൽ ഈ പറയുന്ന നമ്മുടെ സീനിയർ മാനേജ്മെൻറ്റ്സും അല്ലെങ്കിൽ എംപ്ലോയീസുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ലേബർ മാനേജ്മെൻറ്റ് അല്ലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് യൂണിയൻസ് അടക്കമുള്ള ഒരു കളക്റ്റീവ് ഓർഗനൈസേഷൻസ് ഉണ്ടായത് തന്നെ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ പറയുന്ന മേലധികാരികളെ പ്രോപ്പറായിട്ട് അറിയിക്കുകയും അതനുസരിച്ചുള്ള
റെസ്പോൺസ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ Organizations ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻസ് ഉണ്ടാവുന്നത്. ശരിക്കും അതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാനേജ്മെൻറ്റും നമ്മുടെ എംപ്ലോയീസുമായിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇൻഫോർമൽ മീറ്റിംഗ്സ് വെക്കാം, അല്ലെങ്കിൽ ടീം മീറ്റിംഗ്സ് വെക്കാറുണ്ട് പല ഓർഗനൈസേഷൻസും. അപ്പോൾ ടീം മീറ്റിംഗ്സിലും ഒക്കെ വരുന്ന ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണോ സംസാരിക്കാനുള്ളത്, അവർക്ക് എന്ത് വിഷയമാണോ പറയാനുള്ളത്, അതിനെക്കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ചയാണ്. അപ്പോൾ ഒരു വിഷയം, ഒരു പ്രധാന വിഷയം നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അതൊരു ടീം വർക്ക്, ഒരു അസൈൻമെൻറ്റ്, ഒരു സിറ്റുവേഷൻ അസൈൻമെൻ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ശരിക്കും നമ്മളത് ചർച്ച ചെയ്യാതെ തന്നെ ആ ഒരു സിറ്റുവേഷൻ അനാലിസിസ് ആയിട്ട് ഒരു ടീമിൽ കൊടുക്കുന്ന ടൈമിൽ അത് നമ്മൾ ചർച്ച ചെയ്യാതെ തന്നെ അതിൻ്റെ ആവശ്യത്തിന് വരുന്ന ഒരു റെസ്പോൺസിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അപ്പം അതൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനേക്കാളും ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആകുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ എംപ്ലോയീസിന് അത് കുറച്ചുകൂടെ അവർക്ക് മനസ്സിലാവും ഇതാണ് സിറ്റുവേഷൻ, ഓക്കെ ഇത് നമുക്ക് എങ്ങനെ നമ്മൾ കേസ് അനാലിസിസ് അല്ലെങ്കിൽ സിറ്റുവേഷൻ അനാലിസിസ് ഒരു ടീം വർക്കായിട്ട് കൊടുത്ത് ചെയ്യുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്കാണ് നമുക്ക് ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം എല്ലാ ഓർഗനൈസേഷനിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആക്ടിവിറ്റിയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഈ ട്രെയിനിങ് സമയത്ത് ഒരു ട്രെയിനിങ് നീഡ് അനാലിസിസ് നടത്തും. നമ്മൾ നീഡ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ശരിക്കും എംപ്ലോയീസിന് വേണ്ടത്, എന്ത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് വേണ്ടത്. അപ്പോൾ അതിലും ഒരു പ്രധാന വിഷയമായിട്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല, അല്ലെങ്കിൽ എൻ്റെ ടീമിൽ എനിക്ക് കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഇതെല്ലാം അവിടെ വിഷയമായി വരാറുണ്ട്. അപ്പം പലതരത്തിലുള്ള ട്രെയിനിങ് അസസ്മെൻറ്റ് നടത്തുന്ന സമയത്തും ഈ ഒരു കാര്യം ഭംഗിയായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മേലധികാരികളായിട്ട് മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരോട് പോലും പലരും സംസാരിക്കാൻ വേണ്ടി വിമുഖത കാട്ടുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാറുണ്ട്. കാരണം അത് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള ഒരു കീഴ്വഴക്കങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ തൊഴിലിടത്തിലാണ്. അപ്പം ആ തൊഴിലിടത്തിൽ നമ്മൾ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് ചെയ്യുന്നതിനേക്കാളും വളരെ നല്ല രീതിയിൽ നമുക്ക് എല്ലാവരുമായിട്ട് ചേർന്ന് ഒരു ടീം വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അത് ശരിക്കും മാനേജ്മെൻറ്റും എംപ്ലോയീസും ഒരുപോലെ ചേർന്ന് നിന്ന് എങ്ങനെയാണ് അവരുടെ ഓർഗനൈസേഷൻ ഇതിൽ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാകുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതെ മാഡം, അതുമായിട്ടനുബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട് ഓരോ വ്യക്തികളുടെയും സ്ട്രെസ്സും അവർ നേരിടുന്ന സാഹചര്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു കളക്റ്റീവായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളെയും പുരുഷന്മാരെയും നമുക്കൊന്ന് തരംതിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും നേരിടുന്ന സമ്മർദ്ദത്തിൻ്റെ രീതി, സമ്മർദ്ദത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി, അതിനെക്കുറിച്ചിട്ട് മാഡം എന്തെങ്കിലും തരത്തിലുള്ള പഠനം നടത്തിയിട്ടുണ്ടോ? അതെങ്ങനെയാണ് മാഡം നോക്കിക്കാണുന്നത്? ശരിക്കും സമ്മർദ്ദം എന്ന് പറയുന്നത് ഒരു പുരുഷനെയും സ്ത്രീയും തികച്ചും വെവ്വേറെ രീതിയിൽ തന്നെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. കാരണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതലും അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ ആണെങ്കിൽ പോലും അത് കൂടുതലും അവരുടെ പേഴ്സണൽ ലൈഫുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആണ്. അപ്പം സ്ത്രീകൾക്കാണ് പൊതുവെ ഈ വർക്ക് ലൈഫ് ബാലൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൂടുതലായി കണ്ടുവരുന്നത്. എന്നാൽ പുരുഷന്മാർക്ക് അത് ഇല്ല എന്നല്ല, എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി അത് ഒരു സ്ത്രീകൾക്ക് കൂടുതൽ പ്രോബ്ലം വരുന്നുണ്ട്. അത് മാത്രമല്ല ശാരീരികമായ അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ, അല്ലെങ്കിൽ ഒരു മെൻസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് പാർട്ടം അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ്, ഇതെല്ലാം കൂടുതൽ സ്ത്രീകൾക്കാണ് വരുന്നത്. ഇതെല്ലാം ശരിക്കും ഒരു സ്ത്രീയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും അവർക്ക് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അത് പലപ്പോഴും ചിലപ്പോൾ മെഡിക്കേഷൻസ് ആവശ്യം വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൗൺസിലിംഗ് ആവശ്യം വരാം. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രെസ്സാണ്. ഇതൊക്കെ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫ് ആണെങ്കിൽ പോലും കുറേയൊക്കെ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള സ്ട്രെസ്സാണ്. ഇപ്പം നമ്മൾ ഒരു ഫാമിലി ആയി കഴിഞ്ഞു, അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റി എങ്ങനെ നമ്മൾ ഷ്രെഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ നമുക്ക് എത്രത്തോളം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം, പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ കുട്ടിക്ക് നമ്മൾ എത്രത്തോളം പ്രയോറിറ്റൈസ് ചെയ്യണം, ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇത് ആദ്യമായിട്ട് വരുന്ന ഒരു കാര്യമല്ല, എല്ലാവരും ദിസ് ഈസ് പാർട്ട് ഓഫ് ലൈഫ്. അപ്പം അവിടെയും
ഇമ്പോർട്ടൻസ് സെൽഫിനാണ്. ഇപ്പം ഞാൻ എൻ്റെ ആക്ടിവിറ്റീസ്, എനിക്ക് എൻ്റെ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വർക്ക് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ വർക്ക് ടൈമിങ് ഇങ്ങനെയാണ്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് എൻ്റെ ബാക്കിയുള്ള ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ആക്ടിവിറ്റീസ് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് കറക്റ്റായിട്ട് എനിക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് അതിന് ടൈം പ്രോപ്പറായിട്ട് കൊടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റും. അത് എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ വേറൊരു എൻറ്റിറ്റി നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിക്കുന്നത് അത് ശരിക്കും വിട്ടിത്താണ്. അത് ഒരു സെൽഫ് മാനേജ്മെൻ്റ് ആണ് അതിൽ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ അവിടെയുള്ളൂ. പലപ്പോഴും സ്ത്രീകൾ ഇപ്പോൾ ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് പോലും അത് പ്രൊഫഷണൽ ഇതിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണാറുണ്ട്. അതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്മാനേജ്മെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അല്ലാണ്ട് അതും നമ്മുടെ ജോലിയുമായിട്ട് നേരിട്ടൊരു ബന്ധം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ജോലിയാണ്, നമ്മുടെ പേഴ്സണൽ ലൈഫാണ്. ഇത് രണ്ടും നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് എനിക്കേ അറിയുള്ളൂ, എൻ്റെ പേഴ്സണൽ ലൈഫ് എന്താണെന്നുള്ളതും എനിക്കേ അറിയുള്ളൂ. അപ്പം ഞാൻ എത്ര ഭംഗിയായിട്ട് എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് അവിടെ എങ്ങും ഈ ശരിക്കും പറഞ്ഞാൽ ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് മാനേജബിൾ അല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് അതൊരു സ്ട്രെസ്സിലേക്ക് പോകുന്നത്. നമുക്കത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ആ ഒരു പ്രൊഫഷണൽ പേഴ്സണൽ ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾ ചെയ്യാൻ സാധിക്കുന്നത്. മാഡം നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് ഇപ്പോൾ പലരും ചില ജോലികൾക്ക് നമുക്ക് ജോലി സ്ഥലങ്ങളിൽ നിന്ന് അതായത് നമ്മൾ എപ്പോഴാണ് ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് എത്തുന്നത്, അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു, നമ്മളെ ലോഗ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്ക് കഴിഞ്ഞു, പിന്നെ നമ്മുടെ ലൈഫാണ്. എന്നാൽ ചില ഇടങ്ങളിൽ നമ്മൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലും ജോലിയുടെ പല ഫോളോ അപ്പ് കോളുകളും അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും സാധാരണ കണ്ടുവരുന്നൊരു പ്രവണത, ഇത് നമുക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുമെങ്കിലും പലരും ഇത് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത്, പ്രത്യേകിച്ചും അത് സ്ത്രീകളുടെ കാര്യം തന്നെ നമുക്ക് എടുത്ത് പറയാം. കാരണം പലരും അടുത്ത ദിവസം വന്ന് പറയാറുണ്ട്, എനിക്ക് ഓഫീസിലെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം തന്നെ വന്നില്ല എന്നൊക്കെ പലരും പരാതി പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പം ഇത്തരം ഒരു പ്രവണത മാഡം അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളെപ്പോഴും നമുക്ക് വരുന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം നമ്മൾ മറ്റുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സിന് അവർക്ക് നമ്മുടെ പെർഫോമൻസിനാണല്ലോ ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ എനിക്ക് എത്രത്തോളം ആക്ടിവിറ്റീസ് തന്നു കഴിഞ്ഞാലും എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു പെർഫോമൻസ് ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ സ്വയം ചിന്തിച്ചെടുക്കുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ നമ്മളെ റിക്രൂട്ട് ചെയ്തെടുത്തു, അവർ നമുക്ക് പ്രോപ്പർ ട്രെയിനിങ് ഇതെല്ലാം തന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് ഒരു റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ നിന്ന് വരുന്ന ഒരു ദർ ഇസ് എ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ എവറി എംപ്ലോയി. ഓരോ എംപ്ലോയിലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് വെച്ചിട്ടാണ് അവർ ഈ പറയുന്ന സാലറി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്നത്. ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ആവശ്യകതയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്ത ഒരാളെടുത്ത് കഴിഞ്ഞാൽ അവർ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഇവിടെ നമുക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ബ്ലോക്കാണ്. എനിക്ക് തരുന്ന വർക്ക്, ഞാൻ ഇത് എക്സ്ട്രാ വർക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് മോശക്കാരിയാവുമോ, എൻ്റെ പെർഫോമൻസിനെ അത് അഫക്റ്റ് ചെയ്യുമോ? ഇതിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. നമുക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയും അത് ഭംഗിയായിട്ട് ചെയ്യുക. അതല്ലാണ്ട് മറ്റുള്ളവരെ പ്രീണിപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എത്ര ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ മുകളിൽ ത്രഷോൾഡ് കൂട്ടി വരുന്നല്ല, അതൊരിക്കലും കുറയാൻ പോകുന്നില്ല. നമുക്ക് എത്രത്തോളം എന്തൊക്കെ അപ്രീസിയേഷൻ കിട്ടിക്കഴിഞ്ഞാലും അതിനും ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു അപ്രൈസൽ നമുക്ക് കിട്ടാനും പോകുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും അത് മാത്രം ചെയ്താൽ മതി. അവിടെ ഞാൻ മുന്നേ പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്കിൽ സെറ്റ്, അയാളുടെ സ്ട്രെങ്സ് എന്താണ്, അതാണ് ഏറ്റവും അയാളുടെ ഒരു കൈമുതൽ എന്ന് പറയുന്നത്. അയാളുടെ സ്കിൽ സെറ്റ്, അയാളുടെ സ്കിൽസ്, അല്ലെങ്കിൽ അയാൾക്ക് എത്രത്തോളം അപ്ഗ്രേഡഡ് ആണ്, അതൊക്കെയാണ് ഒരു വ്യക്തിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആ സ്ട്രെങ്തിന് നമുക്ക് അത് എത്രത്തോളം നമുക്ക് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. ദെൻ നമുക്കൊരു ഓർഗനൈസേഷനിൽ വി ഹാവ് എ സേ. മനസ്സിലായി? കാരണം ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് താങ്ങാവുന്നതിന് അപ്പുറം ഒരു ജോലി ഭാരം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസമായി, 2 ദിവസമായി, ഒരു മാസമായി, പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അവിടെ നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫിൻ്റെയും ബാലൻസ് തെറ്റാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം, ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? സാലറി ആണോ? നമുക്ക് ഒരുപാട് റീസൺസ് ഉണ്ടാവും. ഇപ്പോൾ സാലറി ആണോ? ശരി, എനിക്ക് എൻ്റെ സ്കിൽ സെറ്റ് ഇതാണ്, ഞാൻ ഇത്രത്തോളം അപ്ഗ്രേഡഡ് ആണ്, എൻ്റെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് എനിക്കിപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ബെറ്റർ ഓപ്ഷൻ കിട്ടും.
ആ ഒരു വിശ്വാസത ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രത്തോളം ഇതിൽ ഒരുപാട് അയ്യോ ഞാനിതിൽ പെട്ടുപോയി എന്നുള്ള രീതിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എൻഹാൻസ്ഡ് ആവാത്തിടത്തോളം അല്ലെങ്കിൽ നമ്മൾ അപ്ഗ്രേഡഡ് ആവാത്തിടത്തോളം നമ്മളെ സ്കിൽ സെറ്റ്സിന് നമുക്ക് ഒരു വിശ്വാസം ഇല്ലാത്തിടത്തോളം കാലമാണ് നമ്മൾ ഭയപ്പെട്ടിരിക്കണം. അയ്യോ എനിക്ക് ഞാനത് പെർഫോമൻസ് ഞാനത് പറയുന്നത് എക്സ്ട്രാ വർക്കും കൂടെ ചെയ്തില്ലെങ്കിൽ എൻ്റെ ജോലി പോവുമോ, ആ ടെൻഷൻ വരുന്നത്. എനിക്ക് എൻ്റെ സ്ട്രെങ്തിൽ വിശ്വാസമുണ്ട്, എൻ്റെ സ്കിൽ സെറ്റിൽ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് ഇതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ബെറ്റർ ഓപ്ഷൻ കിട്ടും. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഐ ക്യാൻ സേ നോ. എനിക്ക് പറയാൻ പറ്റും എനിക്ക് ഇത്ര എനിക്ക് എൻ്റെ ത്രഷോൾഡ് ഇത്രയാണ്, ഇതിനപ്പുറം എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം. നമുക്ക് എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നു അത്രത്തോളം തന്നെ നമുക്ക് ഒരു റെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും ഇല്ലാതെ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഡിറ്റീറിയേറ്റ് ചെയ്യും എന്നല്ലാണ്ട്, നമ്മുടെ ഹെൽത്ത് കംപ്ലീറ്റ് ആയിട്ട് പോകും എന്നല്ലാണ്ട് ഇതിൽ ആർക്കും പ്രത്യേകിച്ച് നേട്ടമില്ല. ഒരു സാലറി ഹൈക്ക് ഉണ്ടാവുമായിരിക്കും, പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. സാലറി ഹൈക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ മോശമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് കിട്ടിയിട്ട് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ലാണ്ട് പോവാണ്. ഒരുപാട് പേർക്ക് സമ്മർദ്ദം കാരണം, ജോലി സ്ഥലത്തുള്ള സമ്മർദ്ദം കാരണം സൂയിസൈഡ് അറ്റംപ്റ്റ്സ് വരെ നടത്താറുണ്ട്. ശരിക്കും അതൊക്കെ ഒരു വിഡ്ഢിത്തമായിട്ടേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മളിൽ ഒരു വിശ്വാസമില്ല, എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എവിടെയും എൻ്റെ പ്രവർത്തന മണ്ഡലം എനിക്ക് സ്ഥാപിച്ചെടുക്കാൻ എനിക്ക് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാം, എൻ്റെ സ്കിൽ സെറ്റിലാണ് എനിക്ക് വിശ്വാസം. അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമായിട്ട് വരുന്നില്ല. അങ്ങനെ വരാത്തത്തോളം കാലമാണ് നമുക്കിതെല്ലാം ഒരു വിഷയമായി വരുന്നതും. നമ്മൾ എപ്പോഴും പരാതി മാത്രമേ ഉള്ളൂ, എനിക്ക് ജോലി സമ്മർദ്ദം കാണാൻ എനിക്ക് ലൈഫ് പോയി. നമ്മൾ ആരോടാണ് നമ്മൾ കുറ്റം പറയുന്നത്? പറ്റില്ല എന്നുണ്ടെങ്കിൽ നിർത്തണം, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് വേറെ ബെറ്റർ ഓപ്ഷൻസ് ഉണ്ടാവും. അതൊന്നും നോക്കാതെ വീണ്ടും നമ്മൾ അവിടെ നിന്നിട്ട് നമ്മൾ ആ കംഫർട്ട് സോണിൽ നിൽക്കുകയാണ്, എനിക്ക് അവിടെ നിൽക്കണം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു പേരായിരിക്കാം നമുക്ക് ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കുന്നേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം സഫർ ചെയ്യാനും നമ്മൾ അതൊരു സഫറിങ് ആയിട്ട് എടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് എടുക്കുക. പക്ഷേ ദർ ഇസ് എ ത്രഷോൾഡ്. ആ ത്രഷോൾഡിനപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇല്ലാണ്ടാവും. അതിലേക്ക് പോകരുത്. മാഡം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി, നമ്മൾ ജോലി ചെയ്യുന്ന രീതികൾ മാറി. ഒരു കാലത്ത് നമ്മൾ പഠനത്തിന് ശേഷം ജോലിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം ഇത്തരക്കാർക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം, പഠനം നടത്തുന്ന സമയത്ത് പഠിക്കാനുള്ളതിൻ്റെ ടെൻഷൻ, പരീക്ഷ, അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ്, അതോടൊപ്പം തന്നെ ജോലി സ്ഥലത്തുമുള്ളൊരു ടെൻഷൻ. അപ്പം ഇത്തരം ടെൻഷൻസിൻ്റെ ഒരു ബാലൻസ് പലപ്പോഴും കൈവിട്ട് പോകുമ്പോഴാണ് മാഡം നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള അൺഫോർസീൻസ് ഒക്കെ സംഭവിക്കുന്നത്. അപ്പം എങ്ങനെയാണ് പഠനത്തോടൊപ്പം ജോലിയും ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ്, അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാൻ തോന്നുന്നു. ശരിക്കും വിദേശ രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം വളരെ സാധാരണയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇതിപ്പം ഈ അടുത്ത കാലത്താണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി വന്നിരിക്കുന്നത്. പക്ഷെ അത് ഞാൻ എപ്പോഴും അതൊരു പോസിറ്റീവായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ചിലപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കാം, അവൻ്റെ സ്റ്റഡീസിനോടൊപ്പം തന്നെ അവന് പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ശരിക്കും അവൻ്റെ ആ ഒരു ക്യാരക്ടർ ഫോർമേഷൻ നല്ല രീതിയിൽ വരികയാണ്. കാരണം നമ്മളൊരു എംപ്ലോയ്മെൻറ്റ്, ഒരു ജോലി നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്. അതിപ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ള, എത്ര നിസ്സാരമായിട്ടുള്ളൊരു ജോലിയാണെങ്കിലും ഒന്നുമില്ല, ഒരു ഡെലിവറി ആണെങ്കിൽ പോലും അത് നമ്മൾ ഓൺ ടൈം ചെയ്യണം, അതിൻ്റേതായ പ്രോസസ്സുണ്ട്. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ പ്രാവർത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്, ലൈഫ് എക്സ്പീരിയൻസ് കിട്ടുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യങ് ഏജിൽ കുട്ടികൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളത് അവൻ പഠിത്തം കഴിഞ്ഞതിന് ശേഷം അവനൊരു ഓർഗനൈസേഷനിൽ പോകുമ്പോൾ അതിന് ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. കാരണം എങ്ങനെയാണ് ഇതിൽ ഏറ്റവും വലുത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പഠനത്തോടൊപ്പമുള്ള ജോലി എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടൈം മാനേജ്മെൻ്റ് ആണ്. കാരണം കൃത്യമായിട്ട് ഒരു ടൈം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമേ അവർക്ക് പഠനത്തോടൊപ്പം തന്നെ ജോലി നമുക്ക് കൊണ്ടുപോകും. പലപ്പോഴും സാഹചര്യം മോശമായത് കൊണ്ടാവാം പല കുട്ടികളും പോകുന്നുണ്ടെങ്കിൽ പോലും അതായിരുന്നു മുൻകാലത്ത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പഠനത്തോടൊപ്പം ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ മുന്നിട്ട് വരുന്നുണ്ട്. കാരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് വളരെ സാധാരണമാണ്. അതിപ്പോൾ അതിൻ്റെ ഒരു ചുവട് പിടിച്ച് നമ്മളിലേക്കും അതെത്തുന്നത് വളരെ പോസിറ്റീവ്
പോസിറ്റീവായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഒരു എക്സ്പീരിയൻസും കൂടെ, നമുക്കൊരു റിയൽ ലൈഫിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടുന്ന സമയത്ത് നമ്മൾ ജീവിതത്തിനെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കാണുകയും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുകയും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി അവനറിയാം എന്തൊക്കെയാണ് എനിക്കിന്ന് ഹോംവർക്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും അസൈൻമെൻറ്റ്സ് ചെയ്ത് തീർക്കാനുണ്ട്. അതിനുള്ള ടൈം അവൻ തന്നെ കണ്ടുപിടിക്കും. അതൊരിക്കലും പഠനത്തിനെ മോശമായിട്ട് അത് അഫക്റ്റ് ചെയ്യാവുന്നത് വളരെ ചുരുക്കമായിട്ട് മാത്രമേ അത് അഫക്റ്റ് ചെയ്യാറുള്ളൂ. പൊതുവേ അതൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ തലത്തിലും അങ്ങനത്തെ ഇടപെടലുകൾ വരികയും കൂടുതൽ പഠനത്തിന് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാനത് കാണുന്നത്. പിന്നെ പല കുട്ടികളും ഇപ്പോൾ വിദേശ രാജ്യത്ത് പോകുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ജോലികളായിരിക്കും അവർ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനത്തെ ഓരോ ജോലി ചെയ്യുന്ന സമയത്ത് അവരത് എക്യുപ്ഡ് ആയിരിക്കുകയാണ്. ഞാനൊരു വൈറ്റ് കോളർ ജോബിൽ മാത്രമേ പോവുള്ളൂ എന്നുള്ള പ്രവണത മാറി എന്ത് ജോലിക്കും അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്നും അതിന് അതിൻ്റേതായ അന്തസ്സുണ്ടെന്നും ഉള്ളത് അവൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അത് മനസ്സിലാക്കണം. അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാനത് നോക്കി കാണുന്നത്. തീർച്ചയായിട്ടും മാഡം, അതുമായിട്ട് ചേർത്ത് ചോദിച്ചോട്ടെ, ചില ജോലികൾ നമുക്ക് വളരെയധികം സ്ട്രെസ്സ് തരുന്ന, അല്ലെങ്കിൽ ജോലി ഭാരം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നമുക്ക് ഉദാഹരണത്തിനെടുത്ത് പറയാമെങ്കിൽ നേഴ്സുമാരുടെ ജോലി. കാരണം ചില ദിവസങ്ങളിലൊക്കെ ആശുപത്രിയിലെ തിരക്ക് നമുക്ക് തന്നെ അറിയാം. നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ പേടി പോകുന്ന ഒരു തരത്തിലുള്ള തിരക്കുകളുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനീസിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു നിമിഷം പോലും വേറൊരു കാര്യത്തിനും പാഴാക്കാൻ പറ്റാത്ത രീതിയിൽ അവരവരുടെ ഓരോ എംപ്ലോയിയെയും കൃത്യമായി ജോലി ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുന്നുണ്ട് കമ്പനികൾ. അപ്പം ഇത്തരത്തിൽ വളരെ സ്ട്രെസ് നിറഞ്ഞ, വളരെ കടുംപിടുത്തത്തിൽ ജോലി ചെയ്യുന്ന, ഒരു നിമിഷം പോലും വെറുതെ പാഴാക്കാനില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവേ സ്ട്രെസ്സ് കുറച്ച് കൂടുതലാകാനാണ് സാധ്യത ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്തരക്കാരെ നമ്മൾ എങ്ങനെ ആയിരിക്കണം നേരിടേണ്ടത്, അല്ലെങ്കിൽ ഇവരോടുള്ള തൻ്റെ കുടുംബത്തിൻ്റെ സമീപനം എങ്ങനെയായിരിക്കണം? ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജോലിയുടെ ഭാഗമായിട്ട് ഒരു ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ ഇതിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു ജോലി തിരഞ്ഞെടുത്തത്, അല്ലേ? അതിന് നമുക്കൊരു അഭിരുചി ഉണ്ട്, അല്ലേ? നമ്മൾ പൊതുവേ നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഒരു കോഴ്സ് ചെയ്ത് അതിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ജോലിയിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ എത്ര സമ്മർദ്ദമുള്ള ജോലിയാണെങ്കിലും നമുക്കതൊരു ബുദ്ധിമുട്ട് വരില്ല. കാരണം അതൊരു റൈറ്റ് ആപ്റ്റിറ്റ്യൂഡും നമുക്കൊരു റിയൽ ഇൻട്രസ്റ്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതില്ല. തിരഞ്ഞെടുപ്പ് കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. എനിക്ക് ഇപ്പോൾ എത്ര രോഗികൾ വന്നു കഴിഞ്ഞാലും എനിക്ക് നോക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ നഴ്സിംഗ് പ്രൊഫഷൻ എടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്ക് ഒരിക്കലും അതൊരു സ്ട്രെസ്സായിട്ട് വരുന്നില്ല. അതേസമയം മറ്റുള്ളവരുടെ ആഗ്രഹപ്രകാരം ഒരു തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുകയും അതിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ പറയുന്നൊരു ജോലി ഭാരമായി വരുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ നമുക്ക് എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുമോ അത് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ജോലി ഭാരമായിട്ട് കാണുന്നില്ല. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഒരു നിമിഷം പോലും പാഴാക്കാതെ ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഒരു തൊഴിൽ മേഖല അല്ല എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കുകയും നമ്മളുടെ അഭിരുചിക്കനുസരിച്ചുള്ള മേഖല ഏതാണ് എന്ന് തിരഞ്ഞെടുത്ത് അതിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. അല്ലാതെ നമ്മൾ അതൊരു ഒരു പരാതിയായിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് എടുക്കുന്നതിൽ ആർക്കും അതിലൊരു നേട്ടം വരുന്നില്ല. കാരണം എന്തുകൊണ്ട് എനിക്കതൊരു ജോലി ഭാരമായിട്ട് തോന്നുന്നു? കാരണം എനിക്കത് എൻ്റെ മേഖലയല്ല, അതുകൊണ്ടാണ് എനിക്കതൊരു ഭാരമാവുന്നത്. ഇപ്പോൾ ഒരു പാട്ടുകാരൻ, ആ പാട്ടുകാരന് ചിലപ്പോൾ എത്രത്തോളം പാടിയാലും അയാൾക്കത് ഇഷ്ടമായിരിക്കും. കാരണം എന്താണ്, അയാൾക്കതിന് അഭിരുചിയുണ്ട്, അത് അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇല്ലേ? അതേസമയം പാട്ട് അറിയാത്ത ഒരാളെ കൊണ്ട് പാടിക്കാൻ നോക്കുകയാണെങ്കിൽ അയാൾക്കതൊരു സ്ട്രെയിൻ തന്നെയാണ്. അപ്പോൾ അത് അയാളുടെ മേഖലയല്ല. നമ്മുടെ മേഖല, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ അഭിരുചി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനാവശ്യമുള്ള രീതിയിലുള്ള പഠനം നടത്തുകയും അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയും അതിലേക്ക് തന്നെ കൂടുതൽ നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ജോലി ഒരു ഭാരമായി ആർക്കും വരുന്നില്ല. അതുകൊണ്ടാണ് ഈ സ്റ്റാർട്ടപ്സ് വരുന്നത്, അല്ലേ? സ്റ്റാർട്ടപ്സ് വരുമ്പോൾ നമ്മുടെ സ്വയം നമ്മൾ തിരഞ്ഞെടുത്തൊരു മേഖലയിലേക്ക് വന്ന് കഴിയുമ്പോൾ അതിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവിടെ എനിക്ക് 24 മണിക്കൂർ വർക്ക് ചെയ്താലും കുഴപ്പമില്ല, അവിടെ എനിക്ക് പരാതിയില്ല, ആരോടും പരാതിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പരാതി വരുന്നില്ല. പിന്നെ ഏതൊരു മേഖലയിലാണെങ്കിലും നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് എപ്പോഴും ഒരു സൊസൈറ്റൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. നമ്മളൊരു സൊസൈറ്റിയുടെ ഭാഗമാവുന്ന സമയത്ത് ആ സൊസൈറ്റൽ നോംസ് ഉണ്ട്. സൊസൈറ്റിയിൽ ഒരു വ്യക്തി
വ്യക്തിയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ട്രഡീഷൻസും നമ്മുടെ വാല്യൂ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നേ പറ്റുള്ളൂ. അത് നമ്മൾ ആരോടും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു പ്രോപ്പർ ബാലൻസ് നമ്മൾ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ്. അതെ മാഡം, മാത്രമല്ല ഇതിപ്പോൾ അതുമായിട്ട് ചേർത്ത് ചോദിച്ചോട്ടെ, കാരണം ഇന്ന് നമ്മുടെ പ്രോഗ്രാം കാണുന്ന പലരിലും ഒരുപാട് യുവതലമുറയിലുള്ള ആൾക്കാരുണ്ടാവും. അവരൊക്കെ ചിലപ്പോൾ ജോലിയിലേക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ജോലിയിൽ ജസ്റ്റ് കയറിയ ആൾക്കാരായിരിക്കാം. ഇപ്പം ഇവർക്ക് ഒരു ഐഡിയലി നമ്മൾ എങ്ങനെയായിരിക്കണം ഒരു തൊഴിലിടത്ത് പെരുമാറേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടത്, മാനേജ്മെൻറ്റിനോട് എങ്ങനെയായിരിക്കണം നമ്മുടെ സാമീപ്യം, നമുക്കൊരു ഒരു പൊടിക്കൈ പോലെ, അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്കൊന്ന് പറയുകയാണെങ്കിൽ അതൊന്ന് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് അതൊരു വലിയൊരു ഇൻഫർമേഷൻ തന്നെയായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ന വ്യക്തി ഞാനായി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ഞാൻ എന്താണോ ഒറിജിനലി ഞാൻ എന്താണോ അങ്ങനെ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ നിൽക്കും, എങ്ങനെ സംസാരിക്കണം, അതെല്ലാം നമുക്കൊരു ഒരു ഒരു ടെൻഷനായിട്ട് വരുന്ന എപ്പോഴാണ് ഞാനല്ലാത്ത രീതിയിൽ എങ്ങനെ ആവണം, എങ്ങനെ മാറിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ വരുന്നത്. ഞാനായിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനായിട്ടിരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെൽഫിഷ്നെസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനെന്ന വ്യക്തി ഒരു ഓർഗനൈസേഷനിലാവട്ടെ, അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സമൂഹത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പം അവിടെ നമ്മൾ നിഷ്കർഷിച്ചിട്ടുള്ള കുറേ സൊസൈറ്റൽ നോംസ് ഉണ്ട് അല്ലേ. നമ്മൾ വന്ന നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്, ഒരു ട്രഡീഷൻ ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ പഠിച്ചു വന്ന, നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മൾ ഫോം ചെയ്തിട്ടുള്ള കുറേ എറ്റിക്യൂട്ട്സ് ഉണ്ട്. അതിനെ ബേസ് ചെയ്ത് ആ വാല്യൂ സിസ്റ്റത്തിനെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഇത്രയും നാൾ ഫോളോ ചെയ്ത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതിലും തുറന്നു പോകാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ജോലി സ്ഥലത്ത് നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഇനി ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു മേഖല അവിടെയാണ്. അവിടെ നിൽക്കുന്ന ഒരാളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരുമായിട്ട് ചേർന്ന് നമ്മൾ പലപ്പോഴും ടീം വർക്കും ഇതൊക്കെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു വ്യക്തിയല്ല, അതൊരു കൂട്ടായ്മയാണ് അല്ലേ. ഒരേ പ്രവൃത്തി മണ്ഡലത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മയാകുമ്പോഴാണ് അതൊരു ഓർഗനൈസേഷൻ ആവുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ്, അവിടെ എപ്പോഴും നമ്മളൊരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ത് തന്നെയാണെങ്കിലും ഒരു ഓർഗനൈസേഷൻ മൊത്തത്തിലുള്ള ഇൻട്രസ്റ്റ് എന്താണോ അതിലേക്ക് ആയിരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണത് ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻസ് എന്താണ്, എന്നിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്താണ്, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എനിക്ക് എൻ്റെ ചുറ്റും നിൽക്കുന്ന ഒരാളും ഇമ്പോർട്ടൻ്റ് ആണ്, അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ എൻ്റെ ആ വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് എന്നെ എത്രത്തോളം നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ഞാൻ എന്നും, എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് കയറി കഴിഞ്ഞാൽ അത് അവസാനമല്ല, അതൊരു തുടക്കം മാത്രമാണ്. ആ ഒരു യാത്ര മുന്നിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം പര്യാപ്തരാവണം, നമ്മൾ ഒരുപാട് അപ്ഗ്രേഡഡ് ആവണം, എന്നാൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ജേർണി തന്നെയായിരിക്കും. എപ്പോഴും ഇമ്പോർട്ടൻസ് സെൽഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെയായിരിക്കണം മറ്റുള്ളവർ, നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ടീം മെമ്പേഴ്സ്, അവർക്കും അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രാധാന്യം കൊടുത്ത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സിന് വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മൂത്ത് ജേർണി ആയിരിക്കും നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. ശരി മാഡം, നമുക്ക് ഇന്നത്തെ സാമൂഹ്യ പഠനത്തിന് അനുസരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നതിലും ഓരോ ചോദ്യങ്ങൾക്കും വളരെ വിശദമായി തന്നെ മറുപടി നൽകിയതിലും വളരെയധികം നന്ദി മാഡം. ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു അതിഥിയും മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.